Hello, welcome to Market Discussion of the Day. Today, January 21st, 2025, Tuesday ആണ്. സോ നമുക്ക് ഇന്നത്തെ ദിവസം നമ്മൾ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് നമ്മളുടെ പുതിയ ബാച്ച് ഇന്നലത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രീ ഫോറക്സ് ട്രേഡിംഗ് ബാച്ചാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇന്നും, അതായത് ഇന്നലെ നമുക്ക് ബേസിക്സ് മാത്രമാണ് ഇന്നലെ പറഞ്ഞു പോയിട്ടുള്ളത്. ഇന്നും രജിസ്ട്രേഷൻ നടക്കുന്നുണ്ട്, ഇന്നും കയറുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ കയറണം താല്പര്യമുള്ള ആൾക്കാർക്ക് നമ്മൾ ഇന്നലത്തെ ദിവസം നടന്നതിൻ്റെ റെക്കോർഡഡ് സെഷൻ അയച്ചു തരുന്നതായിരിക്കും. അതിനുശേഷം ഇന്നത്തെ ദിവസത്തെ ലൈവ് മാർക്കറ്റ് ഡിസ്കഷനും കയറാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ അങ്ങനത്തുള്ള ആൾക്കാർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ നമ്പർ എടുത്തിട്ട് എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഞാനത് ബാക്കി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ്. അപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം, അതായത് ഇവിടെ UK ഉച്ചയ്ക്ക് ശേഷം US മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം ഡൊണാൾഡ് ട്രംപ് ഒഫീഷ്യലി US പ്രസിഡൻ്റായിട്ടുള്ള അധികാരം ഏറ്റിട്ടുണ്ട്. അതിനുശേഷം പുള്ളിക്കാരൻ്റെ കുറേ സ്പീച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തുടർ എന്നുള്ള നിലയിൽ ഇന്നത്തെ ദിവസവും ഉറപ്പായിട്ടും ഒരുപാട് പൊളിറ്റിക്കലായിട്ടുള്ള ഡിസിഷൻസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു പോകും. ഓക്കെ, സോ അതിൻ്റെ ഒരു ട്രംപ് എഫക്റ്റ്. പക്ഷേ ഇന്നലത്തെ ദിവസം മാർക്കറ്റ് അവധിയായിരുന്നു, US മാർക്കറ്റ് അവധിയായിരുന്നത് കൊണ്ടിട്ട് നമ്മൾ ഒരു ഭയങ്കരമായൊരു മൂവ്മെൻ്റ് ഒന്നും കണ്ടില്ല. പക്ഷേ നമ്മൾ മൂവ്മെൻറ്റ് കണ്ടില്ല എന്നല്ല, മൂവ്മെൻറ്റ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൂവ്മെൻ്റൊക്കെ ഇന്നലത്തെ ദിവസം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ ഭയങ്കരമായൊരു മൂവ്മെൻ്റ് ഒന്നും ഇന്നത്തെ ദിവസം നമ്മൾ കണ്ടില്ല എന്നുള്ളതാണ് അല്ലേ. സോ ഇന്നലെ നമ്മൾ GBP ഒക്കെ എടുത്തു കഴിഞ്ഞാൽ GBPയിലൊക്കെ ഭയങ്കര ഒരു വലിയൊരു മൂവ്മെൻറ്റ്, ഒരു 100 പിപ്പിൻ്റെയൊക്കെ മൂവ്മെൻറ്റ് ഒറ്റ ക്യാൻഡിലൊക്കെ കൊണ്ടുവന്നൊരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ യൂറോയിലും ഒരു 100 പിപ്പിൻ്റെ ഒരു മൂവ്മെൻ്റ് ഒക്കെ ഈ ഒരു ക്യാൻഡിൽ കൊണ്ടുപോയിട്ടുള്ളതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം അത് ബേസിക്കലി US മാർക്കറ്റ് അവധി ആയിട്ട് പോലും ഒരു ട്രംപ് വന്നു എന്നുള്ളതിൻ്റെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പീച്ചിൻ്റെ ഒക്കെ ഒരു എഫക്റ്റാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ അതിലും വലിയൊരു എഫക്റ്റ് ആയിരിക്കും ഇന്ന്. കുറേ ദിവസത്തിന് 3 ദിവസത്തെ അവധിക്ക് ശേഷം US മാർക്കറ്റ് ഇന്ന് ഉച്ചയ്ക്ക്, ഇവിടെ UK ടൈമിംഗ് 1:30 മണിക്ക് ഓപ്പൺ ആകുമ്പോൾ ഇന്ത്യൻ ടൈമിംഗ് 6:30 ശേഷം ഒരു വല്ലാത്ത ഓട്ടം പ്രതീക്ഷിക്കാം നമുക്ക്. ഓക്കെ, സോ നമ്മൾ കെയർഫുള്ളായിട്ടിരിക്കുക. ഇന്നത്തെ ദിവസം വളരെ കെയർഫുള്ളായിട്ട് തന്നെ മാർക്കറ്റിനെ കണ്ട് പോവുക എന്നുള്ള ഒരു കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഓർമ്മിപ്പിച്ചു പോവുകയാണ്. ട്രംപ് എഫക്റ്റ് ഇന്ന് നമ്മൾ ഉറപ്പായിട്ടും കാണും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ വേറെ ടെക്നിക്കൽ ഫണ്ടമെൻ്റൽ സൈഡിൽ നിന്ന് എനിക്ക് പ്രത്യേകിച്ചൊന്നും തന്നെ എടുത്ത് പറയാനായിട്ടില്ല. ഓക്കെ, ബട്ട് ടെക്നിക്കൽ സൈഡിൽ നിന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ JPYയിലോട്ട് പോകുമ്പോൾ JPY എവിടെയും പിടിതരാതെ നിൽക്കുന്ന ഒരു സംഭവമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 155.673 എന്നുള്ളൊരു റേഞ്ചിൽ നിൽക്കുകയാണ് മാർക്കറ്റ്. ഓക്കെ, മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്ന റേഞ്ച് 154 to 156 തന്നെയാണ്. അപ്പോൾ അവിടെ ഞാൻ 154 ബൈ ചെയ്യുന്ന ആൾക്കാർ 153.70 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടണം എന്നുള്ളൊരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് അവിടുന്ന് ബൈ ചെയ്യാം. 156 സെല് ചെയ്യുന്ന ആൾക്കാർ ഇന്നലെ പോയ ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 156.46 156.50 മുകളിലായിട്ട്, $1 മുകളിലായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നമുക്ക് അവിടുന്ന് സെല്ലും ചെയ്യാം എന്നുള്ളതാണ് JPYയിൽ എനിക്ക് പറയാനായിട്ടുള്ളൊരു കാര്യം. ഓക്കെ, സോ നമുക്ക് ഉറപ്പായിട്ടും സ്റ്റോപ്പ് ലോസ് ഇടണം. കാരണം മാർക്കറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തൊന്നും നിൽക്കുന്നൊരു ദിവസമല്ല ഇന്ന്. മനസ്സിലാക്കിയിട്ട് വേണം ഒരു ട്രേഡ് എടുക്കാനായിട്ട്. ഓക്കെ, സോ നേരെ യൂറോയിലോട്ട് പോകുമ്പോൾ യൂറോ നമുക്ക് ഇന്നലെ ഒരു അപ് ട്രെൻഡ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. US മാർക്കറ്റ് ഓപ്പൺ ആയ ശേഷം ഷഡേന്നും പറഞ്ഞ ഒറ്റ വലിയൊരു മൂവ്മെൻറ്റ് 1.0400 അടുത്തൊക്കെ വന്ന് മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോവത്തില്ല എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ച് ഒരു ക്യാൻഡിലൊക്കെ 1-2 ക്യാൻഡിലൊക്കെ 1.04 മുകളിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എന്നിട്ട് വീണ്ടും 1.03754 ആ ഒരു റേഞ്ചിൽ നിൽക്കുകയാണ്. നമുക്കറിയില്ല ഇനി മാർക്കറ്റ് താഴോട്ടാണോ മുകളിലോട്ടാണോ എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയില്ല. ഡൊണാൾഡ് ട്രംപ് എന്താണ് പറയാൻ പോകുന്നതെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്നൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ 1.0500 അടുത്ത് വെച്ച് നമുക്ക് സെല്ല് ചെയ്യാം എന്നുള്ളൊരു കാര്യം അതാണ് നമുക്ക് ഇന്നത്തെ ദിവസം യൂറോയിലുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.0500. അത് ഏതെങ്കിലും ഒരു മാർക്കറ്റ് ഓപ്പണിംഗ്, ഏതെങ്കിലും ഒറ്റ മാർക്കറ്റ് ഓപ്പണിങ്സിന്
എങ്കിലും അതിൻ്റെ താഴെയായിട്ടാണ് 1 അവർ ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടുന്ന് സെല്ലെടുത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിൽ വെക്കുക. ഓക്കെ, സോ ബൈ ഉറപ്പായിട്ടും താഴത്തെ പോയിൻറ്റ്സ് കിട്ടിയാൽ ഇപ്പോൾ നമുക്ക് 1.03 അല്ല, ഒരു 1.0200 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ്. കാരണം 1.02 ഒരു പ്രോപ്പറായിട്ടുള്ളൊരു സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ള കാര്യത്തിനകത്ത് എനിക്ക് ഡൗട്ടുണ്ട്. അതുകൊണ്ടാണ് 1.0200 നമുക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാം. 1.03 പ്രോപ്പറായിട്ട് സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ളൊരു കാര്യം എനിക്ക് ഡൗട്ട് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്കൊരു ഡൗട്ട്, ഞാൻ പറഞ്ഞത് മാറിപ്പോയെന്ന്. ഓക്കെ, സോ നേരെ നമ്മൾ ജി ബി പിയിലോട്ട് വരുമ്പം ജി ബി പിയും ഇന്നലെ ഒരു വലിയൊരു അപ് ട്രെൻഡ് യു എസ് മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം ഷഡേന്നും പറഞ്ഞ് മുകളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ഓൾമോസ്റ്റ് 1.2180 അവിടുന്ന് 1.2 ഇവിടെ വരെ ഓൾമോസ്റ്റ് ഒറ്റ ക്യാൻഡിൽ 100 പിപ്പിൻ്റെ മൂവ്മെൻറ്റ് ഭയങ്കര വലിയ കാര്യമാണ്. 110 പിപ്പിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് എന്തിനകത്ത് നമ്മളുടെ ജി ബി പിക്കകത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ. അത് എനിക്ക് സജസ്റ്റ് ചെയ്യാനായിട്ടുള്ളത് ജി ബി പിക്കകത്ത് ഒരു കാരണവശാലും സെല്ലിൽ പോകരുത് എന്നുള്ള കാര്യം സജസ്റ്റ് ചെയ്യാനായിട്ടുണ്ട്. എല്ലാ ലോവർ പോയിൻറ്റ്സും നമുക്ക് ബൈ പോയിൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുകയും ചെയ്യാം. 1.2200 നമുക്ക് ബൈ പോയിൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സ്റ്റോപ്പ് ലോസ് വേണം. സ്റ്റോപ്പ് ലോസ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് നമുക്ക് കാണാം എവിടെ വെച്ചാണ് റെസിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പോയിന്റിലാണ് റെസിസ്റ്റൻസ് വന്നിട്ടുള്ളത്. ഷാഡോ എങ്കിലും അവിടെ വരെ പോയിട്ട് 1.2160 താഴെ ആയിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ധൈര്യമായിട്ട് 1.2200 നമുക്ക് ഇന്നത്തെ ദിവസം വേണമെങ്കിലും ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം എന്ന് ഉള്ളതാണ് എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ജി ബി പിയിൽ എല്ലാ ലോവർ പോയിൻറ്റ്സും ബൈ പോയിൻറ്റ്സ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്ത് മുന്നോട്ട് പോവുക. സെൽ ഒരു കാരണവശാലും റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്നൊന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. ചിലപ്പോൾ നമുക്ക് 1.2500 അടുത്ത് വെച്ച് വേണമെങ്കിൽ അവിടുത്തെ അന്നത്തെ സാഹചര്യം അനുസരിച്ച് വേണമെങ്കിൽ ഒരു സെൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കാരണം 1.2500 ഭയങ്കര വലിയൊരു സപ്പോർട്ടായിരുന്നു നേരത്തെ ആക്ട് ചെയ്തത്. സോ ഉറപ്പായിട്ടും അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. നമുക്കൊരു താൽക്കാലികമായിട്ട് 1 ഡേയിലോട്ടൊക്കെ ഉള്ള നമുക്കൊരു സെൽ എൻട്രി അവിടുന്ന് മാത്രം നമുക്ക് വേണമെങ്കിൽ ചെയ്യാം എന്നുള്ളത് മാത്രമാണ് എനിക്ക് ജി ബി പിയിൽ പറയാനായിട്ടുള്ളത്. ഗോൾഡിൻ്റെ കാര്യം നമ്മൾ വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, ഗോൾഡ് നമ്മൾ ബൈ ചെയ്യാം. 2700 വെച്ച് നമുക്ക് ഗോൾഡ് ബൈ ചെയ്യാം, ധൈര്യമായിട്ട് ബൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബൈ ചെയ്യുന്ന ആൾക്കാർ ഇന്നലത്തെ ദിവസം ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർ സ്റ്റോപ്പ് ലോസ് ഞാൻ പറഞ്ഞിട്ടുള്ളത് 2689 2689.23 മാർക്കറ്റ് പോയിട്ടുള്ളത്. ഒരു കാരണവശാലും ആരുടെയും സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയിട്ടില്ല എന്നുള്ളൊരു കാര്യത്തിനകത്ത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അങ്ങനത്തുള്ള ബൈ എടുത്തിട്ടുള്ള ആൾക്കാർ ഉറപ്പായിട്ടും ഇന്നലെ ചിലപ്പം പല ആൾക്കാരും ടേക്ക് പ്രോഫിറ്റ് എടുത്ത് മാറിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ടേക്ക് പ്രോഫിറ്റ് എടുത്ത് മാറാത്തിട്ടുള്ള ആൾക്കാർ ഉറപ്പായിട്ടും ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 300 പിപ്പ് ഒരു ലോട്ടിൽ ട്രേഡ് ചെയ്തിട്ടുള്ള ആൾക്കാർ $3000 വരെ ഇപ്പോൾ പ്രോഫിറ്റിൽ നിൽക്കുകയാണ് അല്ലേ. അങ്ങനെ നിൽക്കുന്ന ആൾക്കാർക്ക് എനിക്ക് പറയാനായിട്ടുള്ളത് പ്രോഫിറ്റ് എടുത്ത് മാറുക എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് 2730 വരെ മാർക്കറ്റ് സഞ്ചരിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. 2730 ഒരു ഭയങ്കര നല്ലൊരു റെസിസ്റ്റൻസ് ആണ്. പക്ഷേ ഇന്നത്തെ ദിവസം ഡൊണാൾഡ് ട്രംപ് ഇന്നത്തെ ദിവസം അധികാരത്തിലേക്ക് ഇന്ന് ഒരു മാറി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേക്കുകയും US മാർക്കറ്റ് ഓപ്പണായിട്ടും ഉള്ള ഫസ്റ്റ് ഡേ എന്നുള്ള നിലയിൽ ഒരു ഭയങ്കരമായൊരു മൂവ്മെൻറ്റ് ഇന്ന് വൈകുന്നേരം ഉണ്ടാകും എന്ന് എനിക്ക് ഓൾമോസ്റ്റ് ഉറപ്പുണ്ടായതുകൊണ്ട് ഗോൾഡിൽ എനിക്കൊന്നും പറയാനായിട്ടില്ല. 2730 ടേക്ക് പ്രോഫിറ്റ് എടുത്ത് മാറുക. ഓക്കെ, ഇല്ലെങ്കിൽ 2700 നിങ്ങളുടെ ബൈ എങ്കിൽ ഒരു കാര്യം സജസ്റ്റ് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2715 ഒരു മൈനർ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, ആ 2715 താഴെയായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊരു എന്താ പറയുക ഒരു സ്റ്റോപ്പ് ലോസ് നമ്മൾ നേരത്തെ വെച്ചിരുന്ന സ്റ്റോപ്പ് ലോസ് 2689 വെച്ചിരുന്ന സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് 2715 താഴെയായിട്ട് 2713 റേഞ്ചിലൊക്കെ ഈ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് ആ സ്റ്റോപ്പ് ലോസ് എടുത്ത് മാറ്റി വെച്ചാൽ
മാർക്കറ്റ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് താഴോട്ട് പോയാൽ 2713 വരെ പോവുള്ളൂ. ഓക്കെ, 2713 വരെ പോകുന്നത് 2700 ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഓൾമോസ്റ്റ് 130 പപ്പ് പ്രോഫിറ്റ് കിട്ടും എന്നുള്ളതാണ് അഡ്വാൻറ്റേജ്. $1300 ഒരു ലോട്ടിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ലാഭം കിട്ടും എന്നുള്ളതാണ് അതിനകത്തുള്ള അഡ്വാൻറ്റേജ്. ഓക്കെ, നേരെ മറിച്ച് 2730 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ ഒരു ഫർദർ മുകളിലോട്ടുള്ളൊരു ഭയങ്കര വലിയൊരു ബൈയും നമുക്ക് ഭയങ്കര വലിയൊരു പ്രോഫിറ്റ് നമുക്ക് മുകളിലോട്ട് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ഇത് റിസ്ക് എടുക്കണം എന്നുള്ള ആൾക്കാർക്ക് ചെയ്യാം, ചിലപ്പം ഒരു ലോട്ടറി അടിക്കാം. ഓക്കെ, ഇല്ല എന്നുള്ള ആൾക്കാർ ഞാൻ പറയുന്നത് ഇപ്പം തന്നെ ടേക്ക് പ്രോഫിറ്റ് എടുത്ത് മാറുക എന്നുള്ളതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന കാര്യം. കാരണം ഈ ഒരു ക്യാൻഡിൽ കണ്ടോ, ഈ ഒരു ക്യാൻഡിൽ ഇന്ത്യൻ ടൈമിംഗ് 7:30 മുന്നേ ഉള്ള ക്യാൻഡിലാണ്. അപ്പം 7:30 ശേഷം ഇതുവരെ 2715 മുകളിൽ തന്നെയാണ് എല്ലാ മാർക്കറ്റും ഓപ്പൺ ആയിട്ടുള്ളത്. ഏഷ്യൻ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മളുടെ യൂറോപ്പ് മാർക്കറ്റാണിത്. യൂറോപ്പ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ളത് എല്ലാം 2715 മുകളിലാണ്. അപ്പോൾ 2715 എന്ന് പറയുന്നൊരു ബെഞ്ച് മാർക്കായിട്ട് എടുത്ത് അതിൻ്റെ താഴെ ഒരു $2 2713 എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തോട്ട് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എടുത്ത് മാറ്റി വെച്ചാൽ നമുക്ക് അവിടുന്ന് താഴോട്ട് പോയാലും നമുക്ക് പ്രോഫിറ്റ് തന്നെയായിരിക്കും നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റുക. നേരെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഹ്യൂജ് പ്രോഫിറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ ദിവസം എനിക്ക് മാർക്കറ്റ് ഡിസ്കഷനിൽ പറയാനായിട്ടുള്ളൊരു കാര്യം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തെ ഫ്രീ ട്രേഡിംഗ് കോഴ്സിൽ പങ്കെടുക്കണം എന്നുള്ള ആൾക്കാർക്ക് എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഞാനത് കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓർമ്മിപ്പിച്ചുകൊണ്ട് മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഒരു കാരണവശാലും സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.